മുന്നോട്ട് വരുമോ സാർ? കുറച്ച് സൈഡ് കൊടുക്കണ്ടേ സാർ? 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത് ഡെലിഗേറ്റ് കിറ്റിന്റെ വിതരണ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാനെയും കിറ്റ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ ശ്രീ ഷറഫുദ്ദീനെയും മിസ് മഹിമ നമ്പ്യാറിനെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് ബഹുമാനപ്പെട്ട മന്ത്രിക്കുള്ള ഡെലിഗേറ്റ് കിറ്റ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ സമ്മാനിക്കുന്നു. വളരെ നന്ദി. Now, may I invite Ms. Golda Sellam, Curator of 29th IFFK, to introduce the festival. Ma'am, please. 13-ാം തീയതി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളിത് ഉദ്ഘാടനം ചെയ്യും. 15-ാം തീയതി സ്ത്രീപക്ഷം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഈ വർഷം മലയാള സിനിമയിൽ 1980 കാലയളവ് വരെ ഏറ്റവും സമഗ്രമായി സംഭാവന നൽകിയ വനിതാ രംഗത്തുള്ള വനിതകളായ ചലച്ചിത്ര നടിമാരെ ആദരിക്കുന്നൊരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 25ഓളം പ്രമുഖരായ വനിതകൾ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവിടെ എത്തിച്ചേരും. അത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഈ വർഷം അത്തരം ഒരു പരിപാടി. അങ്ങനെ വ്യത്യസ്തതകൾ പുതുമകൾ നിറഞ്ഞ ഒരു രാജ്യാന്തര ചലച്ചിത്രമേളയാണ് നടക്കുന്നത്. 13,000 ഡെലിഗേറ്റ്സുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിൽ അവർക്ക് എല്ലാവർക്കും കൃത്യമായി സിനിമ കാണുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട യുവനടൻ ശ്രീ ഷറഫുദ്ദീനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി, പ്രിയപ്പെട്ട പ്രേംകുമാർ സർ ചെയർമാൻ ചലച്ചിത്ര അക്കാദമി, ശ്രീ അജോയ് സർ സെക്രട്ടറി, മഹിമ നമ്പ്യാർ, ശ്രീമതി ആര്യ രാജേന്ദ്രൻ, വിജയകുമാർ സർ, കെ ജി മോഹൻകുമാർ സർ, പ്രകാശ് ശ്രീധർ, ശ്രീമതി കുക്കു പരമേശ്വർ മാം, ശ്രീ എച്ച് ഷാജി, എല്ലാവർക്കും നമസ്കാരം. പിന്നെ വേദിയിലിരിക്കുന്ന അഴകപ്പൻ സർ, മധുബോൽ സർ, എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഞാൻ ഈ അടുത്ത് ഇത്രയും ക്യാമറ കണ്ട അപ്പം ഞാൻ എൻ്റെ സിനിമ മാർക്കറ്റ് ചെയ്യും. അതാണ് ശീലം. സത്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിന് വന്നിട്ട് എൻ്റെ സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചത്, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയും ഞാൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും IFFKക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 പ്രാവശ്യവും ഞാൻ IFFKക്ക് വന്നിരിക്കുന്നത്. അതെൻ്റെ ഒരു ഭാഗ്യവും ഗുരുത്വമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേളകളിലൊന്നാണ് IFFK എന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യക്തിപരമായിട്ട്. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സർ, അജോയ് സർ, പ്രേംകുമാർ സർ, ഗോൾഡ സെല്ലം മാം, വിജയകുമാർ സർ, കെ ജി മോഹൻകുമാർ സർ, പ്രകാശ് ശ്രീധർ സർ, ശ്രീമതി കുക്കു പരമേശ്വരൻ, ഷാജി സർ, മധുപാൽ സർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രമുഖർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മീഡിയ ഫ്രണ്ട്സ്, സിനിമാ പ്രേമികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 29th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള എൻ്റെ ആദ്യത്തെ IFFK പാർട്ടിസിപ്പേഷനാണിത്.
ഞാൻ ടി വിയിലും ഫോണിലും ഒക്കെ ഇതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കാണുമ്പോൾ വിചാരിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കണം. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതിങ്ങനെ ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് വാങ്ങാനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഇപ്പോൾ ഷറഫ് പറഞ്ഞ പോലെ ക്യാമറ കാണുമ്പോൾ ഞാൻ സിനിമ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാമറ കാണുമ്പോൾ വിറയലാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രസ്റ്റീജിയസ് ആയ ഒരു സ്റ്റേജ്, ഇത്രയും പ്രമുഖരുടെ മുന്നിൽ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്.